സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഏറെ ചർച്ചയായത്. മൂന്നാം മോദി സർക്കാർ ഇന്ന് വൈകുന്നേരം 7:15 രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അതിനുവേണ്ടി മോഹൻലാൽ, രജനീകാന്ത് ഉൾപ്പെടെയുള്ള നിരവധി സിനിമാ താരങ്ങളെ, പ്രമുഖ താരങ്ങളെയാണ് നരേന്ദ്രമോദി നേരിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, മോദി ഭരണത്തിന്റെ മൂന്നാം ഊഴം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നേരിട്ട് കണ്ട് ആത്മസംതൃപ്തി അടയാൻ വേണ്ടി പിണറായി വിജയനെയും നരേന്ദ്രമോദി ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയും സമയമുണ്ടായിരുന്ന ഒരു ആശങ്ക എന്താണെന്ന് പറഞ്ഞാൽ, സുരേഷ് ഗോപി ഇതുവരെയും ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു. കേന്ദ്രമന്ത്രിസ്ഥാനത്തിനോട് തനിക്ക് താല്പര്യമില്ല എന്നും തനിക്ക് 4ഓളം സിനിമകൾ പൂർത്തീകരിക്കാനുണ്ട് എന്നുമായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതനുസരിച്ച് സുരേഷ് ഗോപി അത് BJP നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ അനിശ്ചിതത്വത്തിലായിരുന്നു. ഒരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ഇന്ന് ഉണ്ടാകില്ല എന്നായിരുന്നു ഒരു ചെറിയ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു. നരേന്ദ്രമോദി വീണ്ടും സുരേഷ് ഗോപിയെ നേരിട്ട് വിളിച്ചിരിക്കുകയാണ്. ഉടൻ ഡൽഹിയിൽ എത്താനാണ് നരേന്ദ്രമോദി സുരേഷ് ഗോപിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെ അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ തുടരുകയായിരുന്നു. ഡൽഹിയിൽ നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സുരേഷ് ഗോപിയെ മോദി നേരിട്ട് വിളിച്ചത്. തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്കുള്ള 12:30 വിമാനത്തിൽ ടിക്കറ്റ് ലഭ്യമല്ലാത്തതിനാൽ മറ്റു മാർഗങ്ങളാണ് ആരായുന്നത്. സുരേഷ് ഗോപിയും ഭാര്യയും ബംഗളൂരുവിലെത്തി അവിടെ നിന്നും ഡൽഹിയിൽ എത്തിച്ചേരാനാണ് ശ്രമിക്കുന്നത്. വൈകിട്ട് 4 മണിക്കുള്ള സൽക്കാരത്തിൽ പങ്കെടുക്കാനായില്ല എങ്കിലും സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് ഡൽഹിയിൽ എത്താനാണ് ശ്രമം. സുരേഷ് ഗോപിയുടെ മക്കൾ നെടുമ്പാശ്ശേരിയിൽ നിന്നും 12:30 വിമാനത്തിൽ ഡൽഹിയിലേക്ക് പോകും. കേന്ദ്രമന്ത്രിയാകുന്നതിൽ തൽക്കാലമുള്ള അസൗകര്യം സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. മമ്മൂട്ടി കമ്പനിയുടെ സിനിമ അടക്കം 4 സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്നാണ് സുരേഷ് ഗോപി BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത്. ക്യാബിനറ്റ് മന്ത്രിയായാൽ സിനിമാ ചിത്രീകരണം മുടങ്ങും. അതിനാൽ സാവകാശം വേണമെന്നാണ് സുരേഷ് ഗോപി അറിയിച്ചത്. എന്നാൽ സുരേഷ് ഗോപി കേന്ദ്ര സർക്കാരിൽ വേണമെന്നാണ് BJP കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത്. അദ്ദേഹം തീരുമാനിച്ചു, താൻ അനുസരിക്കുന്നു എന്നാണ് പുറപ്പെടുന്നതിന് മുൻപ് സുരേഷ് ഗോപി പറഞ്ഞത്. ഉടനെത്താൻ പ്രധാനമന്ത്രി പറഞ്ഞു. ഏത് വകുപ്പ് ലഭിക്കുമെന്ന ചോദ്യത്തിന് അതൊന്നും തനിക്കറിയില്ലെന്നും തീരുമാനിച്ചത് അദ്ദേഹമാണ് എന്നുമായിരുന്നു മറുപടി. കേരളത്തിന്റെ അംബാസഡർ എന്ന നിലയിലായിരിക്കുമോ പദവി എന്ന ചോദ്യത്തിന് അത് താൻ MP ആയിരുന്നാലും അങ്ങനെ ആയിരിക്കുമെന്നാണ് സുരേഷ് ഗോപിയുടെ മറുപടി. കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി വർത്തിക്കുന്ന MP ആയിരിക്കും. തൃശ്ശൂരിലെ ജനങ്ങളോടും അത് പറഞ്ഞതാണ്. അവർ കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു എന്നും സുരേഷ് ഗോപി പറയുന്നു. സിനിമയിൽ അഭിനയിക്കാൻ ഏറ്റതിനാൽ കേന്ദ്രമന്ത്രി പദവി ഏറ്റെടുക്കാൻ തൽക്കാലം അസൗകര്യമുണ്ടെന്നായിരുന്നു സുരേഷ് ഗോപി BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നത്. ക്യാബിനറ്റ് മന്ത്രിയായ സിനിമാ ചിത്രീകരണം മുടങ്ങും. അതിനാൽ സാവകാശം വേണമെന്നാണ് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത്. എന്നാൽ BJP കേന്ദ്ര നേതൃത്വം ഈ ആവശ്യം തള്ളുകയായിരുന്നു. മമ്മൂട്ടി കമ്പനിയുടെ സിനിമയടക്കം 4 സിനിമകളാണ് തനിക്ക് പൂർത്തിയാക്കാനുണ്ടെന്ന് സുരേഷ് ഗോപി BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത്. ഇത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തായിരുന്നു. എന്നാൽ സുരേഷ് ഗോപി കേന്ദ്ര സർക്കാരിൽ വേണമെന്നാണ് BJP കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണം ലഭിച്ച നിയുക്ത കേന്ദ്രമന്ത്രിമാർക്ക് പ്രധാനമന്ത്രി രാവിലെ 11:30 ചായ സൽക്കാരം ഒരുക്കിയിരുന്നു. ഇതിൽ സുരേഷ് ഗോപി പങ്കെടുത്തിട്ടില്ല. ഇപ്പോൾ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് കുടുംബത്തോടൊപ്പം ഡൽഹിയിലേക്ക് എത്താനുള്ള വഴികളാണ് സുരേഷ് ഗോപി നോക്കുന്നത്. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്കോ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനമോ നൽകിയേക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ.